മലയാളത്തിൽ പറയുന്നു, വേറെ വാക്യം പറയാം. ഈ കൂടിയത് തന്നെ മതിയല്ലോ നമുക്ക്. ഈ ജനങ്ങളെല്ലാം ഒരു ഗവൺമെന്റിനും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്തിൻ്റെ പേരിൽ അതല്ലാതെ വേറെ എന്തുണ്ട് ഇവിടെ? നമ്മളെ എല്ലാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം തന്നെ അതല്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്തെന്നാ മനസ്സിലാക്കിയത്? സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നടപടി, ജമാഅത്താകുന്ന സഹാബത്ത്, ജമാഅത്താകുന്ന സഹാബത്ത് അവരെ റളിയല്ലാഹു തആല അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൊട്ടും അവർ അല്ലാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ട കക്ഷികൾ. വരിദ്വാനും ഇലല്ലാഹി അക്ബർ, ഖുർആനിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ചെറിയ പൊരുത്തം ഏറ്റവും വണ്ണമായ അമ്രാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല നമ്മളൊന്നും. പിന്നെ നമ്മളിൽ ചില കൂട്ടർ പല ആവശ്യവും പലതും പറയും. അതൊന്നുമല്ല. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كله. ഒട്ടാക ഇൽമിൻ്റെ ചുരുക്കമെന്ത്? നബിനെപ്പറ്റി താങ്കൾ മനുഷ്യനാണ്, ഇലാഹല്ല. എന്ന് മുഹമ്മദ് ബുസൈ പറഞ്ഞതല്ലേ. അങ്ങനെ ഒരുപാട് പറയാനുള്ള സഹോദരങ്ങളെ, റസൂലിൻ്റെ മുഹിബ്ബീങ്ങളായ ആശിക്യങ്ങൾക്ക് എത്രയോ കൊല്ലം വ്യാപാരത്തെ ആളുകളെക്കാൾ ശറഫാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ. ആ മഹബത്ത്, റസൂലിനോടുള്ള മഹബത്ത് തൊള്ളോണ്ട് പറയാനല്ല, നമ്മൾ എല്ലാ പ്രവൃത്തിയിലും അത് കാണണം. അങ്ങനെ അള്ളാഹു പൂർണ്ണമായ മഹബത്ത് വെക്കുന്ന കക്ഷികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ സന്താനപരങ്ങൾ ഖിയാമം വരെ വരുന്നവരെയും അള്ളാഹു ആക്കി തരട്ടെ. ദീന് അതാണ്. ദീനെന്ന് പറഞ്ഞിട്ട് എഴുതിണ്ടാക്കുന്ന സാധനമൊന്നുമല്ല. അതേ അവസരത്തിൽ റസൂലിനെ കുറ്റം പറയുന്നത് ലോകത്തുണ്ട്. ആ കുറ്റം പറയുന്നവർ റസൂൽ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ല. കുറ്റം പറയൽ മാത്രമല്ലോ, റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നവന് കൂടി എന്താക്കി റസൂൽ സ്വീകരിക്കല്ലേ ചെയ്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം, നബിൻ്റെ സ്വഭാവം എന്തെന്ന് ആയിഷയോട് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹാ ബീവിയോട് ചോദിച്ചപ്പോൾ ഖുർആൻ, നബിൻ്റെ സ്വഭാവം ഖുർആനാണ് പോരെ. അപ്പൊ ആ ഖുർആനിൽ തന്നെ പറഞ്ഞ എന്താ? ഏത് നബിമാരും, ഏത് ഈ ലോകത്ത് വന്ന നബിമാരും, അതിൻ്റെ അവസാനത്തെ നബിയാണെങ്കിലും അതിൻ്റെ അവല് കിടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് ഉള്ള സ്ഥാനങ്ങൾ പറഞ്ഞാൽ തീരുമോ? അതിൻ്റെ തെളിവാണല്ലോ ഇപ്പം എത്രയോ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കോഴിക്കോട് ഇവിടെ ഈ ഹുബ്ബു റസൂലിൻ്റെ പേരിൽ ഇവിടെ മാത്രമോ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ വന്നത് തന്നെ ഇവിടെ നിന്നാണ്, എറണാകുളത്തുനിന്ന് പ്ലെയിനിൽ വന്നിട്ട് അവിടെ എത്തിയത്. ഈ യോഗത്തിൽ എനിക്ക് തീരെ സുഖമില്ലെങ്കിലും വന്ന് നടത്തണം എന്നുള്ള നിർബന്ധമുണ്ട്. അതിന് ഇവിടെ ഈ മജ്‌ലിസിൽ കൂടിയാൽ തന്നെ നമ്മളെ ദോഷം അള്ളാഹു പുറത്തു തരും. വേറെ ഒന്നും വേണ്ട, അത്ര തന്നെ മതി. അതുകൊണ്ട് അള്ളാഹു നമ്മളെ പുറത്തു തരട്ടെ. നമ്മളെ പരിപൂർണ ഈമാൻ കിട്ടി ഖാലിസായ മുഅ്മിനായി മരിക്കാനും, നമ്മളെ മാത്രമല്ല നമ്മളെ മക്കളും കുട്ടികളൊന്നല്ല, എല്ലാ മുസ്ലിമുകളും മക്കളും കാഫിര്യങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. കാഫിർ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളല്ല, അത് പണ്ടും ഉണ്ടായിട്ടില്ല. അജ്മീർ ഖാജ ഷരീഫിനെ നിങ്ങൾ അറിഞ്ഞൂടെ? ആരാ ഖാജ? ഖാജ മഈനുദ്ദീൻ ചിശ്തി അജ്മീരി മാനർവരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർഡർ പ്രകാരം പോയത്. പൃഥ്വിരാജൻ എന്ന രാജാവാണ് അവിടെ വഹിച്ചിരുന്നത്. അവൻ്റെ മകൾക്ക് കുടി തുടങ്ങിയെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ചവല കൊണ്ട് കുറഞ്ഞു. അങ്ങനത്തെ എന്തായി തീർന്നു അവിടെ? എല്ലാ പണിയും നടന്നു, വല്ലതും നടന്നോ? ഒറ്റൊന്നും നടന്നില്ലല്ലോ.
അച്ചിപ്പാൽ ചോക്കിനെ കൊണ്ടുവന്ന് ഒടുവിൽ വലിയ സഹായം. എന്നിട്ട് എന്ത് ചെയ്തു? ഒടുവില് ഓന് നരിത്വമില്ലായിട്ട് മറന്ന് നോക്കി ഒടുവിൽ തൻ്റെ ചെരുപ്പ് കൊണ്ടാണ് എറിഞ്ഞ് മേലോണി എറിഞ്ഞ് അവനെ തള്ളിയിട്ട് അവൻ കാൽക്കൽ വന്ന് മടങ്ങി ഇസ്ലാം മതം സ്വീകരിച്ചു. ഇന്നും അവൻ്റെ സഹായം കൊണ്ട് അവളെ അജ്മീറിലെ ആദ്യമായ ആളുകൾക്ക് ഇന്നും അവരെ സഹായം കിട്ടുന്നു. ദീനേ ഇസ്ലാം ഇവിടെ വന്നത് അങ്ങനല്ലേ? യുദ്ധം ചെയ്തിട്ടാണ് അതൊക്കെ അല്ല. യുദ്ധം ചെയ്താൽ എങ്ങനെയാണ് എത്രയോ കോടിക്കണക്കുള്ള കാപ്പികൾ ശരിക്കും ആരെ കൊണ്ടേ കഴിയുമോ? പിന്നെ നമ്മളെ ഇസ്ലാമിൻ്റെ ശക്തി കുറഞ്ഞ ഈമാനുള്ള നമ്മളെ കൊണ്ട് ഒക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരൊറ്റ ബർക്കത്തുണ്ട്. ആ നല്ല ഈമാനുണ്ടെങ്കിൽ അത് മതി എല്ലാത്തിലും, വേറൊന്നും വേണ്ട, പ്രത്യേകം ഒന്നും ചെയ്യാനില്ല. എനിക്കധികം പറയാൻ സാധ്യമല്ല. പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യയിലും പറയാനുണ്ട്. അത് പറയേണ്ട അവസരം ഇതല്ല. അതുകൊണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. എനിക്ക് തന്നെ വളരെ അനുഭവങ്ങളുണ്ട്. എത്രയോ ആളുകളെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, കിഡ്നിൻ്റെ രോഗങ്ങൾ, ഇത് മുഴുവനും കുറഞ്ഞ ഒരൊറ്റ വെള്ളം ഊതി മന്ത്രിച്ചു കൊടുത്താൽ തന്നെ മതിയായത് എത്രയോ കാണിക്കാനുണ്ട്. അതൊന്നും നമ്മളെ ഊത്തേണ്ടതല്ല, റസൂലിൻ്റെ മതമാണത്. എന്താണ് ഈ ഇജാദത്തോ എന്നൊക്കെ പറയുന്നത്? അത് പൊരുത്തം വേണം, എല്ലാത്തിനും പൊരുത്തം വേണം. അതില്ലെങ്കിൽ ഫലമില്ല. വല്ലമന് ബാഗുറാകാരായിരുന്നു 15,000 മനുഷ്യക്കാർ അവനായിരുന്നു കുരിക്കാനുണ്ടായി. ഒടുവിൽ എന്ത് വന്നു? പേപ്പിച്ചു. അപ്പം ആരും പഴിച്ചു പോകും. അത് കാക്കട്ടെ നമ്മളെ. എല്ലാവരും പേടിക്കേണ്ട കാര്യം അതാണ്. ഞാനിപ്പോൾ വലിയതായി നമുക്ക് വരെ കിബറല്ല, രുജുമാണ്. ആദരിക്കൽ വാസ്തവത്തിൽ ആദരിക്കലല്ല, അത് നമ്മളെ കൊല്ലലാണ് കേട്ടോ. നമ്മൾ ആദരിച്ചോ, ഞങ്ങൾ ആദരിച്ച് പറ്റുമെന്നാണ് നമ്മൾ കഴിയണമെന്നുണ്ട് വേണ്ടത്. കാരണം അന്നേരം നമ്മൾ ഉള്ളിൽ എന്ത് കിബറല്ല, രുജുബ്. ഞാനിപ്പോൾ തിരക്കില്ല എന്ന് വന്നാൽ പോയില്ലേ. വളരെ പേടിക്കേണ്ട കാര്യമല്ലേ അത്. അതുകൊണ്ടല്ലോ അവൻ്റെ മഹതായ റബ്ബുൽ റസൂലിൻ്റെ ഹക്കുകൊണ്ടും, റസൂല് മാത്രമല്ല ആ റസൂലിൻ്റെ കുടുംബങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും ഖിയാമ വരെ വെറുതെ വരും. എല്ലാവരും വന്ദിക്കപ്പെടേണ്ടവരാണ്. അവരെ നമുക്ക് തൊട്ട് കളിക്കാൻ കഴിയില്ല. അരുന്നബീരത്തി വഹ്മു ഇലൈഹി വസീലത്തി അർജു ബിഹിം മുഅത്താവദ ബിയദിൽ യമീനി സഹീഫത്തി. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാഫി നമ്മളെ മദ്ഹബിൻ്റെ മറകാണ്. നബിൻ്റെ കുടുംബം എൻ്റെ സൂക്ഷിപ്പതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനുള്ള മഹബത്ത് എത്ര കണ്ട് കൂടുണ്ടോ അത്ര കണ്ട് നമ്മൾക്ക് വേണ്ട. നേരെ മറിച്ച് അവളെ തൊട്ട് കളിച്ചാൽ ഓൻ്റെ സൂൽ ഖാത്തിമത്തായിരിക്കും, അവസാനം കാഫറായിട്ട് ചത്തുപോകും. നഊദു ബില്ലാഹ് കാക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു ബർക്കത്തിന് പറഞ്ഞതേ ഉള്ളൂ, പറയാനുള്ള ആളുകളുടെ പറയാം. പിന്നെ തുബ്ബയിലെ കഥയെല്ലാം പറഞ്ഞാൽ അങ്ങനെ നേരം വെളുത്തു വരെ റസൂൽ ജനിക്കുന്നതിന് എത്രയോ മുമ്പ്, കൊല്ലം മുമ്പ് ഒരു തുബ്ബയോ ഖുർആനിൽ പറഞ്ഞാലല്ലേ തുബ്ബയ് മക്കത്ത് മദീനത്ത് ഇങ്ങനത്തെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് നശിപ്പിച്ചാണ് ഞാൻ വന്ന്. എന്നിട്ട് അവനിക്ക് എന്ത് കഴിഞ്ഞു? നല്ലതും കഴിഞ്ഞോ? നേരെ മറിച്ച് ഓൻ്റെ ഇറച്ചിക്ക് ഒരു മനുഷ്യനും പെണ്ണുങ്ങൾക്കും കുട്ടിയും കൂടി അടുക്കാത്ത ഒരു ദുർഗന്ധം പോകാൻ വേണ്ടി ആര് തീർച്ചിട്ടും മാറില്ല. ഒടുവിലെന്തായി? ഒടുവിൽ അവൻ്റെ ഭാര്യ മക്കളും കൂടി എടുക്കാറായി. അപ്പോൾ ഒരു ഫക്കീർ, ഒരു സാധു മനുഷ്യൻ പറഞ്ഞു, എടോ നിൻ്റെ ഈ സോക്കൃതുകൊണ്ടൊന്നും മാറില്ല. നീ എന്തുദ്ദേശമെന്ന് ആ ഉദ്ദേശം മാറ്റി കേസ് മണങ്ങിക്കടോ. ആകൃതമാനിൽ വീണ്ടും നബി വരവല്ല. ആ നബി വരണേന് അള്ളാൻ്റെ ഹിക്മത്ത് നമുക്ക് തിരിയോ. റസൂല് മദീനയിലേക്ക് ഹിജ്റ വരാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ എല്ലാവരും പുറജമിച്ചു. ഒരാളൊന്നും അനങ്ങിയില്ല. എന്തേ? എല്ലാവരും ഭംഗിയാക്കിയ ആൾ പറയും, എൻ്റെ റസൂലിൻ്റെ പരയിൽ വരാലോ. എൻ്റെ അത്ര എളിയ മദീന, ഈ മാബൈന ലാബത്തിൽ മദീന, മദീനത്തിൻ്റെ 2 അതിർത്തിൻ്റെ ഇടയിലുള്ള ഒറ്റ കുട്ടിയുമില്ല. അതുകൊണ്ട് ഞാനതിന് മെനക്കെട്ട് കാര്യമില്ല, അള്ളാഹു എൻ്റെ പരയിൽ വരില്ല. ഈ തുബ്ബ എടുത്തുണ്ടാക്കിയ പോരൻ്റെ താക്കോൽ ഒടുവിൽ ആരേലും ഉണ്ടായിരുന്നു? ആ പറഞ്ഞ സഹാബി അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ കയ്യിലായിരുന്നു.
അള്ളാഹിൻ്റെ ഹിക്മത്ത് നോക്ക്. ആ അബൂ അയ്യൂബ് അൽ അൻസാരി അങ്ങനത്തെ ഒരു ശത്രുവിനെ കൊണ്ട് അള്ളാഹു ഉണ്ടാക്കി എത്രയോ കൊല്ലം മുമ്പ്. ഇതൊക്കെ പറയുകയാണെങ്കിൽ നീണ്ടുപോകില്ലേ? അതൊക്കെ ഒരു മജ്‌ലിസ് വിളിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയുമോ? നമുക്ക് വേണ്ട ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല, കുറഞ്ഞ സംസാരം, അതുകൊണ്ട് ആളുകൾക്ക് അനുഭവം ചെയ്യണം. അനുഭവം ചെയ്യേണ്ട പണി നല്ല അള്ളാഹുവിനോട് ഖാലിസായ ഖലാസുള്ള വാക്കാണ്. ഈ മഹാനവറുകൾ ആരാ? ഇവർ കാമിലെന്നൊന്നുമല്ല പറയുന്നത്. ഈ ഖയാലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, വിദ്യാഭ്യാസറിയാം. മുക്കമ്മല് റസൂലിന് രണ്ടുപേരും മുക്കമ്മലും മുക്കമ്മിലുമാണ്. എല്ലാ കമാലിൻ്റെ വസ്തുവുള്ള ആളാണ്. അതിനോടുകൂടെ മറ്റുള്ളവരെ കമാൽ ഉണ്ടാക്കി തീർക്കുന്ന ആളുമാണ്. അതാണ് ഇതിനർത്ഥം. ഖയാലിയിലുണ്ട്, നിങ്ങൾ മറച്ചു നോക്ക്. നല്ല ഖയാലിയുണ്ട്, ഞാൻ പഠിക്കാം, കുട്ടികൾ ഓതി കൊടുക്കാം. അപ്പം അങ്ങനത്തെ ആ കാമ്പിലും മുക്കമ്പലുമായ ആളുകൾ കുറഞ്ഞു പോകുകയാണ് ഇപ്പം. ഇവരൊക്കെ ഇപ്പം അതോർത്ത് ആളവിടെ കിട്ടാനല്ലോ. അതുകൊണ്ട് അവരെ വർക്കത്തുണ്ടെങ്കിൽ അള്ളാഹു നമ്മളാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. എനിക്കൊരാൾക്കല്ല, എല്ലാവർക്കും തന്നെ ആ കൂട്ടത്തിലൊന്ന് കുറേ ആയുസ്സുണ്ടാകാനും കുറേ മുതലുണ്ടാകാനൊന്നുമല്ല. എനിക്ക് അതിന് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. പൂർണ്ണമായി മരിക്കുമ്പോൾ കൽബ് ലംഘനം, എന്നിട്ട് ഹിദായത്ത് കൊണ്ട് കൽബ് ലംഘി അള്ളാഹുവിൽ പൂർണ്ണമായ ബന്ധമുണ്ടായിട്ട് മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതിന് ഞാൻ വസിയത്ത് ചെയ്തുകൊണ്ട് എല്ലാവർക്കും വാക്ക് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.